പശ്ചിമഘട്ട മേഖലയിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണോ കസ്തൂരി രംഗൻ റിപ്പോർട്ടാണോ അതോ മറ്റേതെങ്കിലും റിപ്പോർട്ടാണോ നടപ്പിലാക്കുന്നതെന്ന് ഹരിത ട്രിബ്യൂണൽ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. ഈ രണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള പഠനത്തിന് ശേഷമാണ് മന്ത്രാലയം കരട് വിജ്ഞാപനം ഇറക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേൽ കേരളം മാത്രമാണ് വിയോജിപ്പ് അറിയിച്ചത്. വിശദമായ പഠന റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ പരിസ്ഥിതി ദുർബല പ്രദേശം പുനർനിർണയിച്ചതെന്നും കേന്ദ്രം വ്യക്തമാക്കി. കേരളത്തിന്റെ 33% പശ്ചിമഘട്ട മേഖലയിൽ ഉൾപ്പെട്ടതാണ്. തീരദേശ സംരക്ഷണ മേഖലയും വന്നാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സ്ഥലമില്ലെന്ന് കേരളം വാദിച്ചു. ഉപഗ്രഹ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പരിസ്ഥിതി ദുർബല പ്രദേശം നിർണ്ണയിക്കാനാവില്ല. ഇക്കാര്യം കസ്തൂരി രംഗൻ റിപ്പോർട്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഏപ്രിൽ 30-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഗോവ ഫൗണ്ടേഷന്റെ ആദ്യ ഹർജിയുടെ നിലനിൽപ്പ് പരിശോധിക്കും. ഫൗണ്ടേഷന് കരട് വിജ്ഞാപനത്തിന്മേലുള്ള എതിർപ്പ് ഉന്നയിക്കാം. അന്തിമ വിജ്ഞാപനം വന്നതിന് ശേഷം ട്രൈബ്യൂണലിൽ എതിർപ്പും അറിയിക്കാം. പശ്ചിമഘട്ട മേഖലയിൽ വരുന്ന ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ മറുപടി നൽകാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകണം. ക്വാറികളുടെ ലൈസൻസ് സംബന്ധിച്ച് കേരളത്തിന്റെ സത്യവാങ്മൂലത്തിന് എതിർ സത്യവാങ്മൂലം നൽകാൻ ഒരാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി.